ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ബുള്ളറ്റ് ഫിസിക്സ്. എൻ്റെ പേര് സൽമാൻ അൽ ഫാരിസ് കെ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് CBSE 10th സ്റ്റാൻഡേർഡ് ഫിസിക്സ്. നമുക്ക് 4 ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. അതിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ, അതിൻ്റെ പാർട്ട് 1 ഇൻട്രോഡക്ഷൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് 4 ചാപ്റ്റർ ഉണ്ട്. അതിലെ ഏറ്റവും വലിയ ചാപ്റ്റർ ആണ് ഇത്, ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. മാത്രമല്ല ഏറ്റവും ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ, നിങ്ങൾക്ക് വെച്ച് ഏറ്റവും ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ ഐ തിങ്ക് ഏതാ ഈ ചാപ്റ്റർ ആണ്, ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. ടൈറ്റിൽ നിന്ന് കിട്ടും എന്തിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ലൈറ്റിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ലൈറ്റിനെ പറ്റി അങ്ങനെ കുറെ പഠിക്കാനൊന്നുമില്ല, രണ്ട് കാര്യങ്ങൾ. റിഫ്ലക്ഷൻ കുറേ കാര്യങ്ങൾ, റിഫ്രാക്ഷൻ കുറേ കാര്യങ്ങൾ. അതോടുകൂടി ചാപ്റ്റർ തീരും. പറഞ്ഞപ്പോ പെട്ടെന്ന് തീർന്നു, ബട്ട് എന്താ ചാപ്റ്റർ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഇതിൽ പ്രോബ്ലംസ് ഒന്നുമില്ല, പ്രോബ്ലംസ് നമ്മൾ പിന്നെ ചെയ്യും. ഓക്കെ, കുറച്ച് പ്രോബ്ലംസ്, കുറച്ച് തിയറി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ലെൻസ്, മിറർ, അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അത് പോട്ടെ, നമുക്ക് ടൈറ്റിലിന്റെ ആദ്യത്തെ വേർഡ് ലൈറ്റ്, അതിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് സാറേ ലൈറ്റ്? നോക്കല്ലേ, ലൈറ്റ് എന്താ? ലൈറ്റ് എന്ന് വെച്ചാൽ ഒരു എനർജിയാണ്. എന്താ സാറേ എനർജി? എബിലിറ്റി ടു വർക്ക് ഇവിടെ ഇല്ല കേട്ടോ, അത് വേറെ ചാപ്റ്റർ. ലൈറ്റ് എന്ന് വെച്ചാൽ എന്താ? ഒരു എനർജിയാണ്. പല ടൈപ്പ് എനർജി നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. ഏതൊക്കെ? ഫയർ എന്താ? ഒരു എനർജിയാണ്, ഒരു ഫോം ഓഫ് എനർജിയാണ്. ഒച്ച, സൗണ്ട് എന്താ? വേറൊരു ഫോം ഓഫ് എനർജിയാണ്. കറന്റ് എന്താ? ഇലക്ട്രിക്കൽ എനർജി വേറൊരു ഫോം ഓഫ് എനർജിയാണ്. വേറെയും കുറെ എനർജി ഉണ്ട്. ഏതൊക്കെ? കെമിക്കൽ എനർജി, പിന്നെ മെക്കാനിക്കൽ എനർജി, മാഗ്നറ്റിക് എനർജി, ന്യൂക്ലിയർ എനർജി, അങ്ങനെ കുറെ ടൈപ്പ് എനർജീസ് ഉണ്ട്. അതുപോലൊരു എനർജിയാണ് എന്ത്? ലൈറ്റ്. അതുപോലൊരു ഫോം ഓഫ് എനർജിയാണ് എന്ത്? ലൈറ്റ്. അപ്പൊ ലൈറ്റ് എന്താ? ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. അങ്ങനെ പറയരുത്. ലൈറ്റ് ഈസ് എ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി. എന്താ നല്ല വെയിറ്റ് ഉള്ള വേർഡ് അല്ലെ. എന്താ ഇലക്ട്രോമാഗ്നറ്റിക് എന്ന് വെച്ചാൽ? റിലേറ്റഡ് ടു ബോത്ത് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധമുണ്ട്, മാഗ്നറ്റിസമായിട്ട് ബന്ധമുണ്ട്. അതാണ് എന്ത്? ഇലക്ട്രോമാഗ്നറ്റിക് എന്ന് വെച്ചാൽ. ഒന്നും കൂടി ദമ്മാക്കി പറഞ്ഞാൽ റിലേറ്റഡ് ടു ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് റിലേറ്റഡ് ടു മാഗ്നറ്റിക് ഫീൽഡ്. അതാണെന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് എന്ന് വെച്ചാൽ. എന്താ സാറേ ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിസിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റീജിയൻ. എന്താ സാറേ മാഗ്നറ്റിക് ഫീൽഡ്? മാഗ്നറ്റിസം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റീജിയൻ. ഓക്കെ ആണോ? ഇതാണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്. ഇത് രണ്ടും കൂടി ചേർന്നാണ് എന്ത്? ലൈറ്റ്. ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നാണ് എന്ത്? ലൈറ്റ്. നോക്കാം എവിടെ ലൈറ്റ്? എന്താ സാറേ ചാടി പോണത്? അതാണെന്ത്? ലൈറ്റിന്റെ ഫോം എങ്ങനെയാണ്? എന്താ സാറേ പിങ്ക് കളറിലുള്ളത്? അതാണ് ഇലക്ട്രിക് ഫീൽഡ്. പിന്നെ എന്താ സാറേ ബ്ലൂ കളറിലുള്ളത്? അതാണെന്ത്? മാഗ്നറ്റിക് ഫീൽഡ്. ഇത് രണ്ടും കൂടി ചേർന്നാണ് എന്ത്? ലൈറ്റ്. ഓക്കെ അതാണ് ലൈറ്റിന്റെ ഫോം. ബട്ട് ഇത് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ഇതല്ല പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ലൈറ്റിന്റെ പാർട്ടിക്കൽ നേച്ചർ ആണ് പഠിക്കാനുള്ളത്. വേവ് നേച്ചർ പോട്ടെ, പാർട്ടിക്കൽ നേച്ചർ പോട്ടെ. നമ്മൾ എങ്ങനെ ലൈറ്റ് കാണുക? നമ്മൾ ടോർച്ച് ഉണ്ട് അവിടെ, ടോർച്ച് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലേസർ ടോർച്ച്. ഓക്കെ, നമ്മൾ ബട്ടൺ ഓൺ ചെയ്തു, ബട്ടൺ നെക്കി. ഓക്കെ, എങ്ങനെയാ ലൈറ്റ് വരിക? അങ്ങനെയല്ലേ ലൈറ്റ് വരിക. ഇതേപോലെ നമ്മൾ എന്ത് കാണുക? ലൈറ്റ് കാണുക. നമുക്കിത് മതി. ഓക്കെ, ഇതിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ലൈറ്റിന്റെ ചാടിയുള്ള വേവ് നേച്ചർ അത് വേണ്ട, നമുക്ക് പാർട്ടിക്കൽ നേച്ചറിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. പോട്ടെ, വേണ്ട, പോട്ടെ. ലൈറ്റ് കണ്ടില്ലേ? ഇതിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ലൈറ്റ് എന്ന് വെച്ചാൽ എന്താ? ലൈറ്റ് ഈസ് എ ഫോം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി. ഇനി ആ എനർജി കൊണ്ട് എന്താ നമുക്ക് ഗുണം? അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. വിച്ച് എനാബിൾസ് us to see. ഓക്കെ, ലൈറ്റ് ഈസ് എ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ദാറ്റ് എനാബിൾസ് us to see. ഓക്കെ ആണോ? എന്നാൽ അടുത്ത ബുള്ളറ്റ് പോയിന്റ് റേ. എന്താണ് റേ? എടാ, നേരത്തെ നമ്മൾ ടോർച്ച് അടിച്ചപ്പോ കണ്ടു ലൈറ്റ് നേരെയാണ് പോവുക, അല്ലാതെ വളഞ്ഞിട്ടല്ല പോവുക. ഓക്കെ, ലൈറ്റ് എന്താ? നേരെയാണ് പോണത്. ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? റേ. ഓക്കെ, ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? റേ. ലൈറ്റ് പോണ സ്ട്രെയിറ്റ് ലൈൻ പാത്ത്, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? റേ. ലൈറ്റ് പോണ ഒരു വജ്ജ്. ഓക്കെ ആണോ? ഒരു റേ എങ്ങനെ ഡിനോട്ട് ചെയ്യാ? ഒരു വര വരക്ക, വളഞ്ഞിട്ടല്ല, നേരെ ഒരു വര വരക്ക, ഒരു ആരോ മാർക്ക് ഇടാം. അതാണെന്ത്? റേ. ഓക്കെ ആണോ? റേ എന്താണെന്ന് പഠിച്ചോ? ഇതാണെന്ത് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ലൈറ്റ് ഈസ് എ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി വിച്ച് എനാബിൾസ് us to see. പിന്നെ രണ്ടാമത്തെ എന്താ? റേ എന്ന് വെച്ചാൽ എന്താ? ആ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് അലോങ് വിച്ച് ലൈറ്റ് ട്രാവൽസ്. അതാണെന്ത്? റേ. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. എന്താ? ഇനി ലൈറ്റിന്റെ 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒന്നാമത് ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ് ഓഫ് ലൈറ്റ്. രണ്ടാമത്തത് പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ്. ഇത് രണ്ടും നമുക്ക് നോക്കാനുണ്ട്. ആദ്യം നമുക്ക് സിഗ്നിഫിക്കൻസ് ഓഫ് ലൈറ്റ് നോക്കാം. ലൈറ്റിന്റെ ഇമ്പോർട്ടൻസ്.
ലൈറ്റ് വൻ സംഭവമാണ്, കുറേ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബട്ട് 4 നമ്മൾ പഠിക്കണം. ഓക്കെ, മെയിൻ ആയിട്ടുള്ള 4 നമ്മൾ പഠിക്കണം. ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് ഏതാ? ലൈറ്റ് എനാബിൾസ് us to see. കാണണമെങ്കിൽ എന്ത് വേണം? ലൈറ്റ് വേണം. എടാ, രാവിലെ എണീറ്റ് മുതൽ ഉമ്മാനിപ്പാനെയും അല്ലെ, പിന്നെ വൈഫിനെ, കുട്ടികളെ, മക്കളെ ഒക്കെ കാണണമെങ്കിൽ എന്ത് വേണം? ലൈറ്റ് വേണം. ടെക്സ്റ്റ് ബുക്ക്, ഫോണ്, മിറർ, എടാ ഗേൾസ് എന്നിട്ട് പിന്നെ ബോയ്സ്, അതിനൊക്കെ എന്ത് വേണം? കാണണ്ടേ? ലൈറ്റ് വേണം. എടാ, കൊതുവിനെ കൊല്ലണമെങ്കിൽ വരെ എന്താ? കൊതുവിനെ കാണണം, ലൈറ്റ് വേണം. പിന്നെന്താ? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് നടക്കണമെങ്കിൽ പോലും സൈറ്റ് അല്ലെ, ലൈറ്റ് വേണം. ലൈറ്റ് ഇല്ലാതെ നടക്കൂല. ഓക്കെ, അപ്പൊ ലൈറ്റിന്റെ ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്താ? കാണണമെങ്കിൽ ലൈറ്റ് എനാബിൾസ് us to see. കാണണമെങ്കിൽ ലൈറ്റ് വേണം. ലൈറ്റിന്റെ രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് എന്താ? യൂസ്ഡ് ഇൻ വേരിയസ് മെഡിക്കൽ ട്രീറ്റ്മെന്റ്സിന്. ഡോക്ടേഴ്സ് പല ജാതി പല ടൈപ്പ് വെറൈറ്റി ട്രീറ്റ്മെന്റ്സിന് എന്ത് യൂസ് ചെയ്യാറുണ്ട്? ലൈറ്റ് യൂസ് ചെയ്യാറുണ്ട്. ലൈറ്റിന്റെ രണ്ടാമത്തെ സിഗ്നിഫിക്കൻസ് എടാ, ഏതൊക്കെ ട്രീറ്റ്മെന്റ്സ്? ലാസിക് സർജറി, ഫോട്ടോതെറാപ്പി, ഫോട്ടോ ഡൈനാമിക് തെറാപ്പി, പിന്നെ UV ലൈറ്റ് തെറാപ്പി, ഇൻഫ്രാറെഡ് തെറാപ്പി, റെറ്റിനൽ ഫോട്ടോ കൊയാഗുലേഷൻ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. പിന്നെ ഏതാ? ലൈറ്റ് ബേസ്ഡ് എൻഡോസ്കോപ്പി, അങ്ങനത്തെ പല ടൈപ്പ് വെറൈറ്റി ട്രീറ്റ്മെന്റ്സിന് എന്തുണ്ട്? ലൈറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഡോക്ടേഴ്സ് മാത്രമല്ല കേട്ടോ, എഞ്ചിനീയേഴ്സ് പല ടൈപ്പ് ടെക്നോളജീസിന് എന്ത് യൂസ് ചെയ്യാറുണ്ട്? ലൈറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ലൈറ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ലൈറ്റിന്റെ മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് സിഗ്നിഫിക്കൻസ് എന്താ? യൂസ്ഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് ടെക്നോളജി ലൈറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഏതൊക്കെ? ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ, ഫ്രീ സ്പേസ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ് ലേസർ കമ്മ്യൂണിക്കേഷൻ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. പിന്നെ ഏതാ? TV റിമോട്ട് ലൈറ്റിന്റെ ടെക്നോളജിയാണ്. പിന്നെ ബാർകോഡ് സ്കാൻ ചെയ്യാൻ, QR കോഡ് സ്കാൻ ചെയ്യാൻ, അതൊക്കെ എന്താ? ലൈറ്റിന്റെ ടെക്നോളജിയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗവൺമെന്റ് ഓരോ കുത്തിരിപ്പുണ്ടാക്കും, എന്നിട്ട് ഇന്റർനെറ്റ് കട്ട് ചെയ്യൂലേ? ഓക്കെ, അത് ഈ കൂടെ ഇന്റർനെറ്റ് വരുന്നത് കടലിന്റെ അടിയിൽ കൂടെയുള്ള അണ്ടർ വാട്ടർ കേബിൾ, അണ്ടർ വാട്ടർ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണത്. ഓക്കെ, ഇതൊക്കെ എന്താ? ലൈറ്റിന്റെ ഓരോ അപ്ലിക്കേഷൻ സിഗ്നിഫിക്കൻസ് ഇമ്പോർട്ടൻസ് ആണ്. എന്നാ നാലാമത്തെ സിഗ്നിഫിക്കൻസ് എന്താ? ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ എന്ത് വേണം? ലൈറ്റ് വേണം. നമ്മൾ ഒന്നാമത്തെ പോയിന്റ് എന്താ? കാണാൻ ലൈറ്റ് വേണം അല്ലെ? അപ്പൊ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ, കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്കാർ, അവരുടെ ലൈഫിൽ ലൈറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഉണ്ട്. എടാ, എല്ലാവർക്കും എന്ത് വേണം? ഫുഡ് വേണം. അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്ലാന്റ്സ് എന്നാണ്, ത്രൂ ഫോട്ടോസിന്തസിസ്. എടാ, മറ്റൊരുത്തന്റെ പച്ചർച്ചി തിന്നാന്, അഴിമതി നടത്താന്, വർഗീയത പറയാന്, വേറെ ഒരാളെ കമന്റ് ബോക്സിൽ പോയി പച്ചത്തെറി പറയാന്, പിന്നെ നിക്കായിന് എന്ത് കിട്ടി? ഐഫോൺ കിട്ടി. പിന്നെ പിറ്റേന്ന് തൊട്ട് ഹലോ, എന്റെ പേര് സൽമാൻ ഫാരിസ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്റെ വീട്ടിലെ കുഞ്ഞാണിയുടെ സുന്നത്തല്യാണെന്നാണ്, എന്റെ വീട്ടിലെ കുഞ്ഞാണി അത് സ്കൂൾക്ക് പോകണമെന്നാണ്, എന്റെ വീട്ടിലെ കുഞ്ഞാണിയുടെ മാരേജ് എന്നാണ്, ഫസ്റ്റേജ് എന്നാണ്. അങ്ങനത്തെ ഓരോ തിന്നതും ഒക്കെ റീൽസ് ആക്കിയിടാന് വേറെ ഉണ്ട് കേട്ടോ. പിന്നെന്താ? ചില ഫുഡ് ബ്ലോഗേഴ്സ് അല്ലെ പോയിട്ട് എന്താ? ഷവായുടെ മസാല പോരാ അല്ലെ, ഷവർമ ഒതന്റിക് അല്ല, ഫുഡിനെ കുറ്റം പറയാ. അങ്ങനത്തെ ഓരോ മ്ലേച്ഛമായ പ്രവൃത്തികൾ ചെയ്യാനൊക്കെ എന്ത് വേണം? എനർജി വേണം. ആ എനർജി എവിടുന്ന കിട്ടുന്നത്? എടാ, സണ്ണിന്ന് ലൈറ്റ് വരുന്നു, പ്ലാന്റ്സ് അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? കുക്ക് ചെയ്യുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു. ആ ഫുഡാണ് എന്ത്? ആൾക്കാർ കഴിക്കുന്നത്. അതിന്നാണ് എന്ത് കിട്ടുന്നത്? എനർജി. ഓക്കെ, അപ്പൊ ലൈറ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് മനുഷ്യന്മാരുടെ ലൈഫിലുണ്ട്, പിന്നെ ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളുടെ ലൈഫിലും ലൈറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ലൈറ്റിന്റെ ഈ 4 ഇമ്പോർട്ടൻസ് സിഗ്നിഫിക്കൻസ് ഓർത്ത് വെക്കാം. പഠിക്കൊന്നും വേണ്ട, ഓർത്ത് വെക്കാം. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ സ്വഭാവം. ലൈറ്റിന് കുറച്ച് സ്വഭാവം ഉണ്ട് അല്ലെ? നമുക്ക് കുറച്ച് സ്വഭാവം അല്ലേ? അതേപോലെ ലൈറ്റിന് കുറച്ച് സ്വഭാവം ഉണ്ട്. നമുക്ക് ഏതൊക്കെ നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താ? ഒന്നാമത്തെ സ്വഭാവം, ലൈറ്റ് ട്രാവലിംഗ് സ്ട്രെയിറ്റ് ലൈൻസ്. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെയാണ് പോവുക. നേരെ വാ നേരെ പോ ടൈപ്പാണ്. നമ്മളെ ക്ലാസ്സിൽ ഒരു ഇൻവെർട്ടർ സംഖ്യ വരും. പുറത്തെങ്ങനെ? നേരെ വാ നേരെ പോ ടൈപ്പ് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയൊന്നുമില്ല. അതേപോലെയാണ് എന്ത്? ലൈറ്റ്. എവിടെയെങ്കിലും തട്ടിയിട്ടൊക്കെ ഓൻ എന്താക്കുള്ളൂ? തിരിയുള്ളൂ. ഓക്കെ, അല്ലാതെ ഓൻ വളയൊന്നുമില്ല. വളയണ കേസ് വേറെ ഉണ്ട്. സ്പേസ് വളയുമ്പോൾ ലൈറ്റും വളയും, അത് വേറെ കാര്യം, അത് വലിയ കാര്യം. ഓക്കെ, അത് വേണ്ട കേട്ടോ. ലൈറ്റ് എന്താ? ട്രാവലിംഗ് സ്ട്രെയിറ്റ് ലൈൻസ്. ലൈനിൽ കൂടെ പോവുള്ളൂ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും വളയൂല, തട്ടിത്തെറിക്കും, അത് വേറെ കാര്യം. വളയൂല. ഓക്കെ, ട്രാവലിംഗ് സ്ട്രെയിറ്റ് ലൈൻസ്. ലൈറ്റിന്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി, സെക്കൻഡ് പ്രോപ്പർട്ടി, രണ്ടാമത്തെ സ്വഭാവം എന്താ? ലൈറ്റിന് 2 സ്വഭാവം ഉണ്ട്. എടാ, നമുക്ക് 2 സ്വഭാവം അല്ലേ? വീട്ടിലൊരു സ്വഭാവം, പുറത്തിറങ്ങിയ വേറെ സ്വഭാവം. ചില ആൾക്കാർക്ക് മോർ ദാൻ 2 സ്വഭാവം ഉണ്ടാവും. അതല്ല, ലൈറ്റിന് എത്ര സ്വഭാവം ഉണ്ട്? 2 സ്വഭാവം ഉണ്ട്. ഏതൊക്കെയാ സ്വഭാവം? വേവ് നേച്ചർ ഉണ്ട്, വേവ് സ്വഭാവം. ഓക്കെ, ചാടി ചാടി ഇങ്ങനെ പോവുള്ളൂ. ഓക്കെ, ഒന്നാമത്തെ സ്വഭാവം. രണ്ടാമത്തെ സ്വഭാവമോ പാർട്ടിക്കിൾ ആയിട്ടാണ് പോവാ. ഓക്കെ, ഒരു പാക്കറ്റ് ഓഫ് എനർജി അങ്ങനെയാണ് പോവാ. അത് രണ്ടാമത്തെ സ്വഭാവം, പാർട്ടിക്കിൾ നേച്ചർ. ഇപ്പൊ അങ്ങനെ പഠിക്കട്ടോ. ലൈറ്റിന് എത്ര സ്വഭാവം ഉണ്ട്? 2 സ്വഭാവം. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി എന്നൊക്കെ പറയും. അത് നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി? പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ് രണ്ടാമത്തെ പോയിന്റ്, ഷോസ് ബോത്ത് പാർട്ടിക്കിൾ ആൻഡ് വേവ് നേച്ചർ. അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, മൂന്നാമത്തെ പ്രോപ്പർട്ടി, മൂന്നാമത്തെ സ്വഭാവം,
വാക്വം അല്ലെ, ഒന്നുമില്ലാത്ത സ്പേസ്, അതിനാണ് എന്ത് വിളിക്കുക, വാക്വം. ആ ഒരു എംപ്റ്റി സ്പേസ്, ദ വോയിഡ്, ഓക്കെ, ആ ഒരു സീറോ നത്തിങ്നെസ്, അത് കൂടി ലൈറ്റിന് ഒരേ സ്പീഡാണ്, കൂടൂല കുറയൂല എന്നാണ് സയൻസ് പറഞ്ഞത്, ഓക്കെ, ഫിസിക്സ് പറഞ്ഞത്. അപ്പൊ ആ ഒന്നുമില്ലാത്ത സ്പേസ്, അത് കൂടെ വാക്വത്ത് കൂടെ ലൈറ്റിന്റെ സ്പീഡ് എത്ര, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. എത്ര സാറേ അത്? 3 lakh കിലോമീറ്റർ, 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ബട്ട് മീറ്ററിൽ പറയുമ്പോൾ കുറച്ചും കൂടി 0 കൂടും, 3 0 കൂടും. ഓക്കെ, നമുക്ക് നോക്കാം. എത്ര? 10⁸ എന്ന് വെച്ചാല് 1 കഴിഞ്ഞിട്ട് 8 0, അത് എത്ര വരിക? 10 crore, ഐ തിങ്ക് 10 crore. ഓക്കെ, അതേ × 3 എന്ന് വെച്ചാൽ 30 crore മീറ്റർ ഒരു സെക്കൻഡില്. ലൈറ്റിന്റെ സ്പീഡാണത് ത്രൂ എം ടി സ്പേസ്. ഓക്കെ, ലൈറ്റിന്റെ സ്പീഡ് എത്ര? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ത്രൂ വാക്വം. അപ്പോ വാക്വത്തിലുള്ള ലൈറ്റിന്റെ സ്പീഡ് എത്ര? അത് പഠിക്കട്ടോ, ലൈറ്റിന്റെ ഒരു പ്രോപ്പർട്ടിയാണത്, അത് കൂടൂല കുറയൂല. ഓക്കെ, ഈ യൂണിവേഴ്സിൽ ഏറ്റവും സ്പീഡ് ലൈറ്റിനാണെന്നാണ് ഫിസിക്സ് പറയണത്. ഓക്കെ, പിന്നെ വേറെ ആക്ടിയോൺസ് അങ്ങനത്തെ. ലൈറ്റിന്റെ 4ാമത്തെ പ്രോപ്പർട്ടി, ദ ലാസ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ എന്താവശ്യമില്ല? ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല. എടാ, സൗണ്ട് എയർ കൂടി ട്രാവൽ ചെയ്തിട്ടാണ് എന്ത് നമ്മളെ ചെവിക്ക് എത്തുന്നത്. ഓക്കെ, വെള്ളത്തിന്റെ അടിയിൽ നിന്നാലും വെള്ളത്തിൽ കൂടി ട്രാവൽ ചെയ്തിട്ടാണ് ചെവിക്ക് എത്തുന്നത്. പിന്നെ ബെഞ്ചിന്റെ അറ്റത്ത് ചെവി വെച്ചാല് ബെഞ്ച് കൂടി ട്രാവൽ ചെയ്തിട്ടാണ് എന്തെത്തുന്നത്? സൗണ്ട് ചെവിക്ക് എത്തുന്നത്. അപ്പൊ സൗണ്ടിനെ ട്രാവൽ ചെയ്യണമെങ്കിൽ, പ്രൊപ്പഗേഷൻ നടത്തണമെങ്കിൽ എന്ത് വേണം? എന്തെങ്കിലും അങ്ങനത്തെ കുറച്ച് ആൾക്കാർ, സോളിഡ് ലിക്വിഡ് ഗ്യാസ്, അങ്ങനത്തെ ആൾക്കാർ വേണം, മീഡിയംസ് വേണം. എന്നാൽ ലൈറ്റിന് അതിന്റെ ആവശ്യമില്ല. ഓക്കെ, എടാ, സണ്ണിൽ നടക്കണ കുറെ ഒച്ചപ്പാടും ബഹളമൊന്നും നമ്മൾ കേൾക്കാത്ത എന്തുകൊണ്ടാ? സണ്ണിന്റെയും എർത്തിന്റെയും ഇടയിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മീഡിയം ഒന്നുമില്ല, വാക്വം ആണ്, സ്പേസ് ആണ്, അല്ലേ? ഒന്നുമില്ലാത്ത സ്പേസ് ആണ്, ഫ്രീ സ്പേസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ കേൾക്കാത്തത്. എടാ, ഇന്റർസ്റ്റെല്ലാറിൽ പെട്ടെന്ന് എക്സ്പ്ലോഷൻ നടക്കുമ്പോ എന്താ സൗണ്ട് ഇല്ലാതാവും. അത് എഡിറ്റർക്ക് തെറ്റ് പറ്റിയതല്ല. എടാ, എയർ പോയി, പിന്നെ സൗണ്ട് കേൾക്കുവോ? ഇല്ല. ഡയറക്ടർ ബ്രില്യൻസ്. അപ്പൊ എന്താ, ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ എന്താവശ്യമില്ല? മീഡിയത്തിന്റെ ആവശ്യമില്ല. പണ്ടാൾക്കാര് ഈതർ മീഡിയം വേണം, പൊട്ടത്തരം പറഞ്ഞിരുന്നു. ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ എന്താവശ്യമില്ല? മീഡിയത്തിന്റെ ആവശ്യമില്ല. ലൈറ്റ് സ്പേസ് കൂടെ എങ്ങനെ പോകും. ഓക്കെ, മീഡിയത്തിൽ കൂടിയും പോകും കേട്ടോ, എയർ കൂടി ലൈറ്റ് പോവും, വെള്ളത്തിൽ കൂടി പോവും. ഓക്കെ, മീഡിയത്തിൽ കൂടിയും പോവും, ബട്ട് മീഡിയത്തിന്റെ ആവശ്യം ഇല്ല. എന്തിനെ? ട്രാവൽ ചെയ്യാൻ. ഓക്കെ അല്ലേ? ഈ ലൈറ്റിന് 4 പ്രോപ്പർട്ടീസ് പഠിച്ചോ, ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തത് എന്താ? ബീം. ബിൽഡിങ്ങിന്റെ ബീം അല്ല കേട്ടോ, ഇത് വേറെ ബീം, ലൈറ്റിന്റെ ബീം. നമുക്ക് നോക്കാം എന്താണെന്ന്. ബീം എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ലൈറ്റ് റേസ് ആണ്. ലൈറ്റ് റേസ്, ലൈറ്റ് അറിയാലോ, റേസ് അറിയാലോ. ലൈറ്റ് റേസിന്റെ ഒരു കൂട്ടത്തിന് വിളിക്കണ പേരാണെന്ത്? ബീം. ഓക്കെ, എടാ, ഇപ്പൊ കാക്കച്ചാൽ ക്രോസിന്റെ ഒരു കൂട്ടത്തിന് എന്താ വിളിക്കുക? മേർഡർ. അതല്ല, മേർഡർ എന്നാണ് വിളിക്കുക. പിന്നെ കപ്പൽ കുറെ ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കുക ഫ്ലീറ്റ് എന്നാണ് വിളിക്കുക. പിന്നെ സെയിലേഴ്സ് കുറെ ഉണ്ടെങ്കിൽ, ഒരു കപ്പലിൽ സെയിലേഴ്സ് കുറെ ഉണ്ടെങ്കിൽ എന്താ വിളിക്കുക? ക്രൂ, അല്ലേ? വിൽ യു ജോയിൻ മൈ പൈറേറ്റ് ക്രൂ? ആളറിയില്ലേ? അപ്പോ ലൈറ്റ് റേസിന്റെ ഒരു കൂട്ടത്തിന് വിളിക്കണ പേരാണെന്ത്? ബീം. ഇതൊരു ലൈറ്റ് റേസിന്റെ ഒരു കൂട്ടാണല്ലോ, അല്ലേ? ഇതിനെ ബീം എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. എന്താ? ഒന്നും കൂടി ഉണ്ട്. ട്രാവൽ ടുഗദർ ഇൻ എ സ്പെസിഫിക് ഡയറക്ഷൻ. ഓൾക്കൊരു സ്പെസിഫിക് ഡയറക്ഷൻ വേണം, എന്നാലേ ബീം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. എന്ന് ഞാനൊന്ന് ഓർഡർ ആക്കട്ടെ. ഞാൻ ഓലൊന്ന് ഓർഡർ ആക്കി. ഇപ്പോ ഗ്രൂപ്പ് ഓഫ് ലൈറ്റ് റേസ് ആണ്, ബട്ട് സ്പെസിഫിക് ഡയറക്ഷൻ ഉണ്ടോ? ഇപ്പോഴും സ്പെസിഫിക് ഡയറക്ഷൻ ഇല്ല. എന്താ? കുറച്ചാൾക്കാർ റൈറ്റിക്ക്, കുറച്ചാൾക്കാർ ലെഫ്റ്റിക്ക്, ഒരു സ്പെസിഫിക് ഡയറക്ഷൻ ഇല്ല. എന്നാൽ ഞാൻ സ്പെസിഫിക് ഡയറക്ഷൻ കൊടുക്കാൻ പോവാണ്. കൊടുത്തു. ഇപ്പൊ എല്ലാവരും ഒരേ ഡയറക്ഷൻ, ഒരു സ്പെസിഫിക് ഡയറക്ഷൻ. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് ലൈറ്റ് റേസ് ട്രാവൽ ടുഗദർ ഇൻ എ സ്പെസിഫിക് ഡയറക്ഷൻ. ഇപ്പൊ എന്തായി? ബീമായി. ഓക്കെ, ലൈറ്റിന്റെ ബീമായി. നിങ്ങൾ ബീം കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ എന്താ? ലൈറ്റിന്റെ ഓരോ ബീംസ് ആണ്. ഓക്കെ, ലൈറ്റ് ബീം. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? എന്താ നമുക്ക് പഠിക്കാനുള്ളത്? ലൈറ്റ് ബീം 3 ടൈപ്പ് ഉണ്ട്. ലൈറ്റ് ബീം 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? ബീംസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3. ഏതൊക്കെ? ബീം. ഒന്നാമത്തത് പാരലൽ ബീം, രണ്ടാമത്തത് കൺവേർജന്റ് ബീം, മൂന്നാമത്തത് ഡൈവേർജന്റ് ബീം. ഇത് ഓരോന്നും എന്തൊക്കെയാണ്, എന്താണ് സംഭവം നമുക്ക് നോക്കല്ലേ. ഒന്നാമത്തത് എന്താ? പാരലൽ ബീം. പേര് തന്നെ ഉണ്ട്, എന്താ? പാരലൽ. എന്ത് പാരലൽ ആയിരിക്കും? അതിലെ റേസ് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഇൻ ദിസ് ബീം റേസ് ആർ പാരലൽ ടു ഈച്ച് അതർ. ഓക്കെ, ഇതാണ് എന്ത്? പാരലൽ ബീം. ഓക്കെ, ലൈറ്റ് റേസ് എന്താ? പാരലൽ ടു ഈച്ച് അതർ. ഇതാണ് എന്ത്? പാരലൽ ബീം. ഈ പാരലൽ ബീം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ കാണിച്ചുതരാം. എന്റെ കയ്യിൽ ടോർച്ച് ഉണ്ട്.
ഓക്കെ, ടോർച്ച് ഞാൻ എന്താക്കുക, ഓൺ ആക്കാണ് കേട്ടോ. ടോർച്ച് എന്ന് പറയാൻ പറ്റില്ല, ഒരു ലേസർ. ഓക്കെ, ഒരു ലേസർ ടോർച്ച് ഉണ്ട്. ഓക്കെ, ലേസർ ടോർച്ച് ഞാൻ ഓൺ ആക്കാൻ പോവാണ്. ക്ലിക്ക് ചെയ്തു. അപ്പൊ എങ്ങനെ ചെയ്യാം, പാരലായിട്ട് ലൈറ്റ് റേസ് എങ്ങനെയാ പാസ് ചെയ്യാം, പാരലായിട്ടാണ് പാസ് ചെയ്യുക. ഓക്കെ, ഈ ബീമിന്റെ ഈ ഒരു ടൈപ്പ് ബീമിന്റെ പേരാണ് എന്ത്, പാരലൽ ബീം. എന്ന രണ്ടാമത്തെ ബീം എന്താ, കൺവേർജന്റ് ബീം. ഓക്കെ അല്ലേ, കൺവേർജന്റ് ബീം എന്താ, പേരിന്ന് കിട്ടുമോ നോക്കാം. ഇതിലെന്താ, റേസ് എന്താ, കൂടിച്ചേരും, മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ. റേസ് ഇങ്ങനെ അടുത്തടുത്ത് വരും, എന്നിട്ടോ ഇവഞ്ച്വലി മീറ്റ് അറ്റ് എ പോയിന്റ്, ഒരു പോയിന്റ് ചെന്ന് എന്താക്കും, മീറ്റ് ചെയ്യും. അങ്ങനത്തെ ബീമിനെ വിളിക്കണ പേരാണ് എന്ത്, കൺവേർജന്റ് ബീം. ഞാൻ കാണിച്ചു തരാം, ഇങ്ങനെയാണ് ആ ബീംസ് ഉണ്ടാവുക. ഓക്കെ, മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ, അടുത്തടുത്ത് വരും, എന്നിട്ട് ലാസ്റ്റോ ഒരു പോയിന്റില് എത്തും. ഇങ്ങനത്തെ ബീമിനെ വിളിക്കണ പേരാണ് എന്ത്, കൺവേർജന്റ് ബീം. രണ്ട് ബീം പഠിച്ചില്ല, പാരലൽ ബീം, ദെൻ കൺവേർജന്റ് ബീം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബട്ട് നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഓക്കെ, ഒരു ലെൻസ്, എടാ സൺലൈറ്റ് തട്ടുമ്പോ നമ്മളിങ്ങനെ കടലാസ് കത്തിച്ചൂലേ, ആ സംഭവം. ഓക്കെ, സൺലൈറ്റ് ആയിമ തട്ടിയാല് സൺലൈറ്റ് കൂടിച്ചേർന്ന് ലാസ്റ്റ് ഒരു പോയിന്റില് മീറ്റ് ചെയ്യും. അവിടെയാണ് എന്ത്, കടലാസ് കത്തണത്. അത്രയും ചൂട് ഒരൊറ്റ പോയിന്റിൽ എത്തിയില്ലേ, അതുകൊണ്ടാണ് കത്തണത്. ഓക്കെ, ഇതാണ് എന്ത്, കൺവേർജന്റ് ബീം. ഓക്കെ, ഇങ്ങനെയാണ് സൺലൈറ്റ് വരിക. അത് കാണൂല, പുക ഒക്കെ ഉണ്ടെങ്കിൽ കാണും കേട്ടോ. ഓക്കെ, വേറെ ഇതാണ് എന്ത്, കൺവേർജന്റ് ബീം. എന്ന മൂന്നാമത്തെ ടൈപ്പ് ഡൈവേർജന്റ് ബീം. കൺവേർജന്റിന് നേരെ ഓപ്പോസിറ്റ്, സ്പ്രെഡ് ആയിട്ട് പോകും. ഓക്കെ, ലൈറ്റ് റേസ് എന്താ, മൂവ് അപ്പാർട്ട്, സ്പ്രെഡ് ആയിട്ട് ഇങ്ങനെ പോകും. എപ്പോ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ ലൈറ്റ് റേസ് സ്പ്രെഡ് ആയിട്ട് ഇങ്ങനെ പോകും. അതാണ് എന്ത്, ഡൈവേർജന്റ് ബീം. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എടാ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ ലൈറ്റ് റേസ് എന്താ, സ്പ്രെഡ് ആയിട്ട് ഇങ്ങനെ പോവാണ്, മൂവ് അവേ ഫ്രം ഈച്ച് അതർ ആണ്. ഓക്കെ അല്ലേ, ഗ്രൂപ്പ് ഓഫ് ലൈറ്റ് റേസ് ആണ്, ഒരു സ്പെസിഫിക് ഡയറക്ഷൻ ഇതിന് ഉണ്ട്. ഇതെന്താ, ബീമാണ്, ഡൈവേർജന്റ് ബീം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എടാ ഒരു സാധാരണ ടേബിൾ ലൈറ്റ്, അതിന് എങ്ങനെ ലൈറ്റ് വരിക, സ്പ്രെഡ് ആയിട്ടല്ലേ. ആ ബീം എങ്ങനെ, സ്പ്രെഡ് ആയിട്ടല്ലേ, ഡൈവേർജ് ചെയ്തിട്ടല്ലേ വരിക, ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇതാണ് എന്ത്, ഡൈവേർജന്റ് ബീം. അപ്പൊ മൂന്ന് ബീം പഠിച്ചോ, പാരലൽ ബീം, കൺവേർജന്റ് ബീം, ഡൈവേർജന്റ് ബീം. ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ എന്ത്, ഈ ഒരു ഇൻട്രോഡക്ഷൻ. ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ എന്താക്കണ്ട, പഠിക്കണ്ട. പിന്നെ എന്തിനാ സാർ ഇത് പറഞ്ഞത്, എടാ ഒരു ഇൻട്രോഡക്ഷൻ എന്നുള്ള രീതിക്ക് പറഞ്ഞതാണ്. ഇതെന്താ, ഇതിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കൂല, ബട്ട് ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയണം. അതിനാണ് എന്ത്, ഈ വീഡിയോ കേട്ടോ. ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങൾ ഇങ്ങനെ കാണാതെ പഠിക്കൊന്നും വേണ്ട കേട്ടോ. നേരത്തെ പറഞ്ഞ ഓർമ്മല്ലേ, ഇത് നിങ്ങൾക്കല്ലേ, സ്റ്റേറ്റിനാണ്. നിങ്ങൾ കാണാതെ പഠിച്ചാൽ മതി, മനസ്സിലാക്കി പഠിക്കണ്ട. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ത്, ഈ ഒരു പാർട്ട് കേട്ടോ. ഓർത്ത് വെക്ക, പഠിക്കണ്ട. ഓക്കെ അല്ലേ, തെറ്റല്ലേ, ഒന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ പാട്ട്. നമുക്ക് അടുത്ത പാട്ടുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.